കശ്മീരിൽ ശബ്ദമുള്ളവരെല്ലാം ജയിലിലാണ്. സംസാരിക്കാൻ ധൈര്യപ്പെട്ട് തെരുവിലിറങ്ങുന്നവരെ ഭരണകൂടം പിടികൂടുന്നു. സാമൂഹ്യ വ്യവസ്ഥകളോടും ഭരണകൂടത്തോടുമുള്ള പ്രതിഷേധം ശക്തമായ നിലപാടിലൂടെ തന്റെ എഴുത്തിലൂടെ വെളിപ്പെടുത്തിയെന്നും നമ്മെ ഞെട്ടിപ്പിച്ച അരുന്ധതി റോയുടെ വാക്കുകളാണിവ. ജനാധിപത്യത്തിന് മുറിവേൽക്കുമ്പോൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവിടെ ശബ്ദമുയർത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും അരുന്ധതി. എന്നാൽ കാശ്മീരി പ്രൊഫസർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനൊപ്പം അരുന്ധതി റോയ് വീണ്ടും വാർത്തകളിൽ ചർച്ചയാവുകയാണ്. 13 വർഷങ്ങൾക്ക് മുൻപ് താൻ ഉന്നയിച്ച പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ വിചാരണയുടെ ഭാഗമായാണ് നിലവിൽ അരുന്ധതി ചർച്ചയാകുന്നത്. എന്തായിരുന്നു അരുന്ധതി റോയ് ഉന്നയിച്ച വിവാദ പരാമർശങ്ങൾ? ഈ കഴിഞ്ഞ ജൂൺ 14-നായിരുന്നു UAPA പ്രകാരം ഇരുവരെയും വിചാരണ ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയത്. 13 വർഷങ്ങൾക്ക് മുൻപ് ന്യൂഡൽഹി ആസാദി ദി ഓൺലി വേ എന്ന പേരിൽ നടത്തിയ പരിപാടിയിലെ പരാമർശങ്ങളായിരുന്നു വിവാദത്തിന് വഴിവെട്ടിയത്. 2010 ഒക്ടോബർ 21-ന് ഡൽഹിയിലെ LTG ഓഡിറ്റോറിയത്തിൽ അരുന്ധതി റോയ് സംസാരിച്ചു തുടങ്ങിയത് കശ്മീരിനെ കുറിച്ചായിരുന്നു. രാഷ്ട്രീയ തടവുകാരുടെ മോചനത്തിനായി ശ്രമിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടായിരുന്നു അന്ന് അവിടെ പരിപാടികൾ സംഘടിപ്പിച്ചത്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അരുന്ധതി റോയുടെ പ്രസംഗം തടസ്സപ്പെട്ടു. കാശ്മീരിനെ കുറിച്ചുള്ള പ്രസ്താവനകൾക്കിടെ ഒരു സംഘം ആളുകൾ അരുന്ധതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. പോലീസ് ഇടപെടൽ നടത്തി. കശ്മീരിലെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി തന്റെ പ്രസംഗം തുടർന്നു. ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈൻ, വരവര റാവു ഉൾപ്പെടെയുള്ളവർ അന്ന് അവിടെ പ്രസംഗിച്ചു. ഇതേ തുടർന്ന് കശ്മീരിലെ സാമൂഹ്യ പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റ് ഡൽഹി പോലീസിൽ പരാതി നൽകി. അരുന്ധതി റോയും ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനും കശ്മീരിനെ പറ്റി പ്രകോപനപരമായ ആരോപണം നടത്തി എന്നതായിരുന്നു പ്രധാന ആരോപണം. പരാതിയിന്മേൽ 2010 നവംബറിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കശ്മീർ ഒരിക്കലും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ലെന്നും ഇന്ത്യൻ ജനതയിൽ നിന്നും കശ്മീരിന് മോചനം ആവശ്യമാണെന്നും അരുന്ധതി റോയ് പ്രചരിപ്പിച്ചുവെന്നും അതിന് ആഹ്വാനം ചെയ്തെന്നുമാണ് ഒരു കൂട്ടം പരാതിക്കാരുടെ പ്രധാന ആരോപണം തന്നെ. UAPA സെക്ഷൻ 13-ന് കീഴിലാണ് ഇരുവരുടെയും കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത്തരം കേസുകൾ കോടതി വിചാരണയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെയോ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഓഫീസറിന്റെയോ അനുമതി ആവശ്യമാണ്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം. തന്റെ തുറന്ന നിലപാടുകൾ പുറം ലോകത്തെ അറിയിക്കുന്നത് കൂടുതലും എഴുത്തിലൂടെയാണ്. എഴുത്ത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളികൾക്ക് അരുന്ധതി ഒരിക്കലും അപരിചിതയല്ല. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ കേരളത്തെ ബുക്കർ പ്രൈസ് വരെ എത്തിച്ച എഴുത്തുകാരി. തന്റെ ശക്തമായ ഭാഷയിലൂടെയും പ്രവൃത്തികളിലൂടെയും ഭരണകൂടത്തിനെതിരെ അവർ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. നർമ്മദ പ്രക്ഷോഭത്തിലൂടെയും മുത്തങ്ക സമരത്തിലൂടെയുമെല്ലാം അരുന്ധതി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ശക്തയായ സ്ത്രീയായി. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിലും അടിച്ചമർത്തൽ നേരിടുന്നവർക്കൊപ്പമായിരുന്നു അരുന്ധതി എന്ന പെൺ ശബ്ദം. ജാതിയും മതവും ദേശീയതയുമെല്ലാം ആ എഴുത്തിലൂടെ കടന്നുപോയിരുന്നു. അരുന്ധതിയെ പോലെ തന്നെ ശക്തിയായ വനിതയായിരുന്നു അമ്മ മീര റോയ്. തന്റെ അമ്മയെപ്പറ്റി പറയാതെ അരുന്ധതിയുടെ ജീവിതം തന്നെ പൂർണ്ണമാവുകയില്ല. മകളെ പോലെ തന്നെ ശക്തിയായ മറ്റൊരു വനിത. തിരുവിതാംകൂർ ക്രിസ്ത്യ പിന്തുടർച്ച അവകാശത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ധീര വനിതയായിരുന്നു മീര റോയ്. ആ അമ്മയുടെ മകൾ ഇന്ന് കശ്മീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ വായടപ്പിക്കാനും ഒരു പറ്റം അവർക്കെതിരെ നിൽക്കുന്നുണ്ട്.